ഒരു കൊച്ചുകുട്ടീനെ ഉരുളിന് കൊണ്ടുവന്നതാ കണ്ട. വേറൊരാൾ ഇവിടെ നിലവിളിച്ച് കരങ്ങിയതാ, തോളിലൊക്കെ ഇട്ടടിച്ച് പോണ്. ഇതിങ്ങനെ നമ്മൾ ഈ കുളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് ഉരുള് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം വന്ന് ഇവിടെ കുളിച്ച് വൃത്തിയാവുന്നതാണ്. പണ്ട് തൊട്ടേ ഉരുളുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇവിടുത്തെ ശ്യാമണ്ണൻ. അവിടം തൊട്ട് ഇവിടം വരെ എഴുന്നേക്കാതെ ഉരുണ്ട ഒരു വ്യക്തി കൂടിയാണേ. ഇത് ഉരുള് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇഡ്ഡലി കൊടുക്കും എല്ലാവർക്കും. വന്ന എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഇഡ്ഡലി, നല്ല ചൂട് സാമ്പാർ അത് കൊടുക്കുന്ന കാഴ്ചയാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഉരുള് കഴിഞ്ഞതേ ഉള്ളൂ, കണ്ടില്ലേ. നല്ല ഇഡ്ഡലിയും സാമ്പാറും, പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല സാമ്പാറും. ഈ നിൽക്കുന്ന ആന ഗംഗയാണ്. ഗംഗ നിൽക്കുന്ന കണ്ടില്ലേ, നല്ല നമ്മുടെ ഗംഗക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. സൂര്യൻ ഉദിച്ച് പൊങ്ങുന്ന കാഴ്ചയാണ് കണ്ട. ഇപ്പം രാവിലെ ഒരു 6:30 നമ്മുടെ ഇവിടെ ഉരുള് തുടങ്ങാൻ സമയമായി. ഉരുള് തുടങ്ങിക്കഴിഞ്ഞു. പുത്തൻകുളം പ്ലാവിള ദേവി ക്ഷേത്രത്തിലെ ഉരുളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് അമ്പലത്തിലൊന്നുമില്ല, കുറച്ച് അമ്പലങ്ങളിലേ ഉള്ളൂ. സംഭവം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഉരുൾ ഘോഷയാത്ര. ഇത് ഇവിടുന്ന് അടുത്തുള്ള ഒരു ഗുരുമന്ദിരം തൊട്ട്, പുത്തൻകുളം ഗുരുമന്ദിരം തൊട്ട് ക്ഷേത്രം വരെയാണ് ഈ ഉരുള് പോകുന്നത്. ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തിന് ഒരു വലവും കൂടി വെച്ച് ഇത് തീരും. ഇത് ഇങ്ങനെ പൊക്കി മാറ്റി കൊണ്ടുവന്ന് കിടത്തുന്നതെന്ന് വെച്ചാൽ അത് ഉരുണ്ടങ്ങ് എത്താൻ പറ്റാത്തവരെ ഇങ്ങനെ ഇവർ ഹെൽപ്പ് ചെയ്ത് പൊക്കിയെടുത്ത് അടുത്തോട്ട് കിടത്തും. അപ്പോൾ അവർ കൂടെ പെട്ടെന്ന് ഉരുണ്ടങ്ങ് പോവാം. കണ്ടില്ലേ, ഇതുപോലെ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി ഫസ്റ്റിൽ ഒരു വണ്ടി ഇങ്ങനെ പോകും. അതിനുശേഷം പൂവിടും. കുറച്ച് പൂവൊക്കെ ഇവിടെ ഇറുത്ത് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ പൂ ബാക്കി ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അതിന് മുന്നിലായിട്ട് ഇതുപോലെ താലപ്പൊലി. ഈ താലപ്പൊലി കഴിഞ്ഞിട്ടാണ് ഉരുള് വരുന്നത്. ഈ പിള്ളേർ പൂവിടുന്നുണ്ടോ, ഇത് കണക്ക് പൂവിട്ടിട്ടിട്ട് പോവും. ആ പൂവിട്ട തറയിൽ കൂടിയാണ് ഉരുള് വരുന്നത്. ഇങ്ങനെ ഉരുളിന് കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇത് കണക്ക് അവരെ എടുത്ത് ഇങ്ങനെ മാറ്റി കിടത്താനും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാനും. ഇപ്പം മുണ്ടൊക്കെ എന്തെങ്കിലും ഇതിൽ അഴുങ്ങിങ്ങനെ പോവുകയോ മാറി കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ റെഡിയാക്കാനും എല്ലാത്തിനും ആൾക്കാർ കൂടെ നിൽപ്പുണ്ട്. കമ്മിറ്റിക്കാരും എല്ലാവരും ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് പേരുണ്ട് ഹെൽപ്പിന്. ഇതിപ്പോൾ വന്ന 2 കുട്ടികളാണ് ഉരുൾ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അവർക്കും തോർത്തൊക്കെ കൊടുത്ത് ഉരുളിന് അവരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവരിപ്പോൾ ലാസ്റ്റ് പോയി അവരും ഉരുണ്ട് തുടങ്ങും. പുത്തൻകുളം ചാണക്യ കബഡി അക്കാഡമിയാണ് ഈ ഉരുളിൻ്റെ സ്പോൺസർ ഇവിടത്തെ. കണ്ടില്ലേ, പുള്ളിയുടെ തമാശയും കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് പേര് ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഉരുളിൻ്റെ ഇടയിൽ നിന്ന്. ഇവിടെ താലപ്പൊലി കണ്ടില്ലേ, കുട്ടികൾ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നുണ്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി വൈകിട്ടും ഒരു താലപ്പൊലിയും കൂടി ഉണ്ട്. പ്രധാന എഴുന്നള്ളത്തുണ്ട്. അപ്പോൾ ആ സമയത്തും ഇത് കണക്ക് താലപ്പൊലിയുണ്ട്. ഉരുള് നമ്മുടെ ക്ഷേത്രം എത്തി. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. വളഞ്ഞി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, അപ്പം പൂവൊക്കെ ഇവിടെ നല്ല കട്ടിക്ക് അങ്ങ് ഇടും. ഈ തറയായതുകൊണ്ട് ഇവിടെ നല്ല കട്ടിക്കാണ് ഇവിടെ പൂവ് ഇടുന്നത്. പിറകെ വെള്ളമൊഴിച്ച് അങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് പിറകിൽ ഇങ്ങനെ പൂട്ട് കയറി അങ്ങ് പോകും. എന്നിട്ട് ആ പൂവിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഉരുള് വരുന്നത്. പൂവിടുന്നുണ്ടോ, നല്ല കട്ടിക്കായിടുന്നു. ഇവിടെ ഒരു കൊച്ചു കരങ്ങി നിലവിളിച്ചിരിക്കുന്നുണ്ട്. അതിന് ഉരുളിക്കാൻ നോക്കിയതാണ്. അമ്മേനെ ആ കൊച്ചു വഴക്കുറങ്ങിക്കൊണ്ടിരിക്കുവോ കരങ്ങി കണ്ട. ആ പുള്ളിക്കാരൻ കണ്ട കയ്യിലേക്ക് പിടിച്ച് നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെ ഹെൽപ്പിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് രണ്ട് സൈഡിലും ഉരുളിൻ്റെ കൂടെ വരുന്നുണ്ട്. കണ്ടോ, ഈ ഉരുളിലുള്ളവർക്ക് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൊച്ചു ഉരുണ്ട് ക്ഷീണിച്ച് കണ്ടില്ലേ അച്ഛൻ്റെ തോളിൽ കിടക്കുന്ന. ഉരുളിൻ്റെ പുറകിലായിട്ട് നമ്മുടെ ഗംഗയും വരുന്നുണ്ട്, ആന കണ്ടല്ലേ, അതിനകമ്പടിയായിട്ട്. ഇതിപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കിടത്തിയതാണ്. ആ കൊച്ച് കിടത്തി ഒരു രണ്ട് ഉരുള് ഇങ്ങനെ ഉരുണ്ടിട്ട് ഇങ്ങനെ എഴുന്നേപ്പിച്ചു പൊടി കൊച്ചാണ്, കണ്ടില്ലേ. പക്ഷെ എത്ര മുറ്റമെത്തി ഈ കൊച്ച്, കണ്ടില്ലേ അമ്മേനെ അടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ കിടത്തിയെന്നും പറഞ്ഞ്. കണ്ടോ, ബാക്കിയുള്ളവരിലെല്ലാം ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനി ക്ഷേത്രത്തിൻ്റെ അകത്തും ഒരു വലത്ത് വെച്ചങ്ങ് കറങ്ങി വരും. ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുറ്റം എത്തി, ഇനി ഇവിടെ നിന്ന് കറങ്ങി ഒരു വലത്തൂടെ വെച്ച് ഇനി വരും. നമ്മുടെ ഉരുള് കഴിഞ്ഞിട്ട് വൃത്തിയാവുന്നതാണ്, കണ്ടോ. അറിയില്ലേ, പോട്ട് പോട്ട്. ഇത് പണ്ട് തൊട്ടേ ഉരുളുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇവിടത്തെ ശ്യാമണ്ണൻ. അവിടം തൊട്ട് ഇവിടം വരെ എഴുന്നേക്കാതെ ഉരുണ്ട ഒരു വ്യക്തി കൂടിയാണേ. ഇതാണ് പുത്തൻകുളം ഗംഗ. പുത്തൻകുളം ഗംഗയാണ് ഈ നിൽക്കുന്നത്. ഈ പങ്കെടുത്തവർക്ക് ഇവിടെ സമ്മാനമായിട്ട് കൈലി കൊടുക്കുന്നുണ്ട്, കാവ്യമുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. കൈലി നേർച്ചയായി സമർപ്പിക്കുന്നത് സിമിൻ എസ് വില്ലൻ എർത്ത് വർക്ക്സ് പുത്തൻകുളം, ശ്യാം രാജൻ. പാദപക്ഷത്തു നിന്നുള്ള ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ വന്നിട്ടുണ്ട്. കാറ്ററിംഗ് ആണ് കേട്ടോ, ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ദേവഹരി പുത്തൻകുളം. നമ്മുടെ പ്രഭാത ഭക്ഷണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് നല്ല ക്യൂ ആയി കേട്ടോ, കണ്ടില്ലേ ക്യൂ ഉണ്ടോ. ഈ സുഹൃത്തുക്കൾ നൽകുന്ന 1100 രൂപ ക്യാഷ് പ്രൈസ് ഇത് ഇന്ന് വൈകുന്നേരം വേദിയിൽ നൽകുന്നതാണ്. നമ്മളെ ഇഡ്ഡലിയും ഇതും വെള്ളം തെളിക്കുന്നു.
പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിക്കുകയാണ്. പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിക്കുന്നു. സമ്മാനിക്കപ്പെട്ടത് ദേവീശരണം, ദേവിയെ ശരണം. നമ്മുടെ പ്രഭാത ഭക്ഷണം ഇഡ്ഡലി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, പണ്ട് തൊട്ടേ നമ്മളിവിടെ ഉരുള് കഴിക്കാൻ പ്രഭാത ഭക്ഷണം ഇഡ്ഡലി ഒരു ഇതാണ്, ഒരു കീഴ്വഴക്കമാണ്. കഴിക്കാനായിട്ട് നിൽക്കുകയാണ് പിള്ളേരൊക്കെ. കാരണം ഇവിടെ റെഡിയായിട്ട് നിൽക്കുവാണ്. നല്ല കിടുക്കാച്ചി സാമ്പാറല്ലേ.